അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തിൽ തോപ്പുംപടി പോലീസ് സ്റ്റേഷനോടൊപ്പം കൈകോർത്ത് അവർ ലേഡീസ് വിദ്യാലയം. അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് സാമൂഹ്യ ബോധവൽക്കരണ പരിപാടി തോപ്പുംപടി പോലീസ് സ്റ്റേഷനും അവർ ലേഡീസ് വിദ്യാലയവും ചേർന്ന് തോപ്പുംപടിയിൽ സംഘടിപ്പിച്ചു. അനധികൃതമായി മനുഷ്യരെ മറ്റു രാജ്യങ്ങളിലേക്ക് കടത്തുകയും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അവയവ കച്ചവടത്തിനുമായി ഉപയോഗിക്കുന്നതിനെതിരെ സമൂഹത്തിന് ഒരു ഉറച്ച സന്ദേശം നൽകുന്നതിനായി നടന്ന ബോധവൽക്കരണ പരിപാടിയിൽ സ്കൂൾ സമുച്ചയത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒന്നിച്ച് കൈകോർത്ത് മനുഷ്യച്ചങ്ങല തീർത്തു. തോപ്പുംപടിയിൽ നടന്ന റാലി തോപ്പുംപടി പോലീസ് സ്റ്റേഷൻ ഓഫീസർ KP ആനന്ദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ്, ലഘുനാടകം എന്നിവ നടന്നു. മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ സന്ദേശങ്ങൾ തോപ്പുംപടി സ്റ്റേഷൻ ഓഫീസർ KP ആനന്ദ്, കൗൺസിലർ ജോസഫ് സുമീത്, സ്കൂൾ PTA പ്രസിഡന്റ് ബോണി റഫേൽ എന്നിവർ നൽകി. കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ ആനന്ദി സേവ്യർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ സിസ്റ്റർ LC ജോസഫ്, സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ ഷിജ ജേക്കബ്, മറ്റ് വിദ്യാലയ സമുച്ചയങ്ങളിലെ പ്രധാന അധ്യാപികമാരായ സിസ്റ്റർ ത്രേസ്യാമ്മ ജോസഫ്, സിസ്റ്റർ മോളി ദേവസി, സിസ്റ്റർ കൊച്ചുറാണി തോമസ്, സിസ്റ്റർ റീന മാളിയക്കൽ, സ്കൂൾ PTA അംഗങ്ങൾ, തോപ്പുംപടി സ്റ്റേഷനിലെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായിരുന്നു. ബോധവൽക്കരണത്തിലാണ് നമ്മള് ഇവിടെ പറയാനുള്ളത്. ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം. നമ്മള് ചതിച്ചും വഞ്ചിച്ചും അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി സെക്സ് അല്ലെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, ഓർഗൻ ഇത്, പിന്നെ അതിൽ ലേബർ ഉപയോഗിച്ച് വേണ്ടിയിട്ട് ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി കാര്യങ്ങൾ പേടിപ്പിച്ചോ പണം സ്വാധീനം ഉപയോഗിച്ചുണ്ടെങ്കിലൊക്കെ ചെയ്തിട്ട് ഇത് ചെയ്യുന്നതിനാണ്. അപ്പോൾ അത് നമ്മൾ അതിന് എതിർക്കേണ്ടതും ബോധവൽക്കരണം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അതിന് നമുക്ക് നിയമപരമായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികൾക്ക് ആയിട്ട് സംഹിതയിൽ 140 മുതലുള്ള സെക്ഷൻസ് ഉണ്ട്. ഒറ്റയ്ക്ക് പോയാൽ, കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ, കൂട്ടമായിട്ടുള്ള കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങനത്തെ ഓരോ സെക്ഷൻസ് ഉണ്ട്. അതിനനുസരിച്ചുള്ള നിയമ നടപടികളും കാര്യങ്ങളും ഉണ്ട്. നമുക്കിവിടെ ബാധിക്കുന്ന ഇപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളാണ്. കുട്ടികളുടെ കാര്യങ്ങളിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടായാലും അവർക്കുള്ള കുട്ടികളുടെ ട്യൂഷൻ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോക്സോ പോലുള്ള ശക്തമായ നിയമ സംവിധാനങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. അതനുസരിച്ചിട്ടുള്ള നടപടികളുണ്ട്. നമുക്ക് ഇപ്പോൾ ടീച്ചർമാർ കുട്ടികളെ ആൺകുട്ടികളായും പെൺകുട്ടികളായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ട് പറയും. ഭാഗ്യവശാൽ അതിന് ഇരയാവുന്നതോ സ്ത്രീകളും കുട്ടികളും എന്ന ആ ഒരു സമൂഹമാണ് ഇതിന് ഇരയാവുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, അവരുടെ വിദ്യാഭ്യാസം, ശാക്തീകരണം, ബോധവൽക്കരണം ഇതെല്ലാം ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിക്ക് ഈ സമൂഹത്തിൽ നിർഭയമായി ജീവിക്കുവാനും അവൾക്ക് പഠിക്കുവാനും അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവളുടെ ചിരിയെ വീണ്ടെടുക്കാത്തിടത്തോളം കാലം ഒരു ദൈവരാജ്യവും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. മനുഷ്യക്കടത്ത് എന്ന തിന്മയ്ക്കെതിരെ അവർ ലേഡീസിന്റെ പെൺകരുത്ത് ഇന്നിവിടെ അണിനിരക്കുമ്പോൾ അത് ആ മനുഷ്യച്ചങ്ങല കാണിക്കുന്നത് വലിയൊരു സന്ദേശമാണ്. മനുഷ്യനെ വിൽക്കാനോ വാങ്ങുവാനോ സാധിക്കില്ല. മനുഷ്യജീവൻ അത്രയേറെ വിലപ്പെട്ടതാണ് എന്ന ഒരു വലിയ സന്ദേശം സമൂഹത്തിന്റെ എല്ലാ കോണുകളിലേക്കും എത്തിക്കുക എന്നതാണ് ഈ മനുഷ്യച്ചങ്ങലയുടെ ഏറ്റവും വലിയ ഉദ്ദേശം. ഇന്ന് അവർ ലേഡീസ് ഗവൺമെന്റ് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി വിദ്യാർത്ഥിനികളെ പഠിപ്പിച്ച് അവരെ സമൂഹത്തിന്റെ ഉന്നത തലത്തിൽ എത്തിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനീതിക്കെതിരെ ശബ്ദം ഉയർത്തുന്നതിന് വേണ്ടി എന്നും നിലനിൽക്കുന്ന അവർ ലേഡീസ് ഗവൺമെന്റ് ഇന്നൊരു പ്രത്യേക വിഷയവുമായി തോപ്പുംപടി ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് ഏറെ അഭിമാനമുണ്ട്. ഈ വിദ്യാലയം ഇതുപോലൊരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു എന്നുള്ളത്. മനുഷ്യക്കടത്ത് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ വളരെ ചെറുതായ കാലം മുതൽ നമ്മൾ കേൾക്കുന്നുണ്ട്. കുട്ടികളെ പിടിത്തക്കാർ എന്ന് പറയുന്നൊരു വിഭാഗത്തിനെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ കാലം വളർന്നതോടുകൂടി നമ്മുടെ സാധാരണ കുട്ടികളെ ചെടിച്ച് തെരുവോരങ്ങളിൽ എത്തിച്ച് അവർക്ക് അംഗവൈകല്യം സംഭവിപ്പിച്ച് അവരെ ഭിക്ഷയ്ക്കെത്തുന്ന ഒരു ഭീകരതയെ പറ്റിയാണ് നമ്മൾ ചെറുപ്പകാലത്തെല്ലാം അറിഞ്ഞത്. എന്നാൽ ലോകത്തിന്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട്, ലോകത്തിന്റെ സംഭവിച്ച എല്ലാ വ്യതിയാനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ക്രൂരകൃത്യത്തിന്റെ തലം വളരെയധികം വളർന്നിരിക്കുന്നു എന്നാണ് പറയാൻ സാധിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി. കൊച്ചിയെ ഞെട്ടിച്ച് വസ്ത്രങ്ങളുടെ വില. കൊച്ചി ഇതുവരെ കാണാത്തൊരു വിലക്കുറവ്. സോൾ ഫാഷനിൽ ഇപ്പോൾ ഫ്ലാറ്റ് 90% വരെ ഡിസ്കൗണ്ട്.
ലോകോത്തര ബ്രാൻഡ് വസ്ത്രങ്ങൾ മറ്റെങ്ങും ലഭിക്കാത്ത വളരെ വിലക്കുറവിൽ സോൾ ഫാഷനിൽ ലഭ്യമാണ്. മെൻസ്, വിമൻസ്, കിഡ്സ് വെയർ എല്ലാ കളക്ഷനിലും ഓഫർ. ഹൂഡികൾസ്, ടീഷർട്ടുകൾ, ജിം വെയറുകൾ എല്ലാം ഇപ്പോൾ വളരെ വിലക്കുറവിൽ സോൾ ഫാഷനിൽ ലഭ്യമാണ്. വാഫിൾ ടെക്സ്ചർ 2 ടീഷർട്ടുകൾ വെറും 599 രൂപ. കോംബോ ഓഫർ 3 ടീഷർട്ടുകൾ വെറും 499 രൂപ. കൂടാതെ 3 ലേഡീസ് സ്ട്രെയിറ്റ് ഫിറ്റ് പാന്റുകൾക്ക് വെറും 599 രൂപ മാത്രം. ഓഫർ പരിമിതം. സ്റ്റോക്ക് തീരും മുൻപ് വേഗമെത്തൂ. പുതിയ ഫാഷൻ ട്രെൻഡുകൾക്കായി ഇന്ന് തന്നെ ചുള്ളിക്കലുള്ള സോൾ ഫാഷൻ സന്ദർശിക്കൂ.